ചർച്ചയിൽ നമ്മളോടൊപ്പം ഇന്ന് പങ്കുചേരുന്നു ശ്രീമതി CS സുജാത, CPM സംസ്ഥാന കമ്മിറ്റി അംഗം, മുൻ MP. സ്വാഗതം മാഡം. ശ്രീമതി ജമീല പ്രകാശം, മുൻ MLA, ജനതാദൾ നേതാവ്. സ്വാഗതം മാഡം. ശ്രീമതി ബിന്ദു കൃഷ്ണ, കൊല്ലം DCC പ്രസിഡന്റ്. സ്വാഗതം മാഡം. ശ്രീമതി അഞ്ജന ദേവി, ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ സജീവ പ്രവർത്തക. സ്വാഗതം മാഡം. പലപ്പോഴും TV-യിൽ നിങ്ങളെല്ലാവരും ചർച്ചകളുടെയും രാഷ്ട്രീയ വിഷയങ്ങളുടെ വിശകലനങ്ങളുടെയും ഭാഗമായിട്ടൊക്കെ എത്തിയിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായി അത്തരം ചർച്ചകളിലേക്ക് നിങ്ങൾ എത്താനിടയായ സാഹചര്യങ്ങളെക്കുറിച്ച്, ആ യാത്രയെക്കുറിച്ചാണ് നമ്മൾക്ക് ഈ വേദിയിൽ അറിയാൻ ആഗ്രഹം. തീർച്ചയായും രാഷ്ട്രീയവും പ്രവർത്തനവും നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറ്റിയ 4 വ്യക്തികളാണ് നിങ്ങളെല്ലാവരും. പലപ്പോഴും സ്ത്രീകൾ തൊഴിൽ മേഖല തിരഞ്ഞെടുക്കുന്ന ഒന്നല്ല രാഷ്ട്രീയം. വളരെ കുറച്ച് സ്ത്രീകൾ മാത്രമേ രാഷ്ട്രീയത്തിലേക്ക് സജീവ പ്രവർത്തകരായി വന്നിട്ടുള്ളൂ. എങ്ങനെയാണോ മാഡം ഈ ഒരു മേഖല തിരഞ്ഞെടുക്കാനിടയായ സാഹചര്യം? തീർച്ചയായിട്ടും ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് പൊതുരംഗത്തേക്ക് വന്നത്. എൻ്റെ വീട് നല്ല ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യ പശ്ചാത്തലമുള്ള വീടാണ്. തന്നെയുമല്ല, മധ്യതിരുവിതാംകൂറിലെ ഏറ്റവും പ്രശസ്തമായ പള്ളികുന്ന് എന്ന ഗ്രാമമാണ് എൻ്റെ സ്വദേശം. മഹാനായ തൊപ്പിഫാസിയും താമശ്ശേരി കരുണാകരനും ചേലോടത്ത് കുഞ്ഞിരാമൻ അടക്കമുള്ള ആരാധ്യരായ നേതാക്കന്മാർക്ക് ജന്മം കൊടുത്ത സ്ഥലം. അവരൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരു പ്രദേശമാണ്. പിന്നെ എൻ്റെ കുടുംബത്തിൽ തന്നെ വല്യച്ഛന്മാരും അമ്മാവന്മാരും ഒക്കെ അപ്പൂപ്പനുമൊക്കെ ഒരു പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ സജീവ പ്രവർത്തകർ കൂടിയായിരുന്നു. അപ്പോൾ ചെറുതിലെ തന്നെ നമ്മൾ ഇതൊക്കെ കണ്ടാണ് വളരുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, അച്ഛൻ്റെ ചേട്ടൻ ഒരിക്കൽ പറഞ്ഞൊരു കാര്യം. അതായത് നമ്മൾ ജനിച്ച് ജീവിച്ച് മരിക്കുക, അതിനപ്പുറത്തേക്ക് നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ സ്ത്രീകൾ സജീവമായി പൊതുരംഗത്തേക്കൊക്കെ അങ്ങനെ പണ്ട് വരുമാനമുള്ളിടയ്ക്ക് അങ്ങനെ വരാത്തൊരു സന്ദർഭത്തിൽ ഒരുപാട് പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളൊക്കെ രാഷ്ട്രീയ രംഗത്തേക്ക് വരേണ്ട ഒരു ഘട്ടമാണ് എനിക്കിതെന്ന് തോന്നുന്നെന്ന് അദ്ദേഹം ഒരിക്കൽ എന്നെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി. പിന്നെ ഞാൻ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ 8ാം ക്ലാസ്സിലാണ് ആദ്യമായി SFIയുടെ പ്രവർത്തകയായി ക്ലാസ്സിൽ മത്സരിക്കുന്നത്. അന്ന് സ്കൂളിൽ സാമാന്യം ഭേദപ്പെട്ട നിലയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി കൂടിയായിരുന്നു. പിന്നെ സ്കൂളിൽ ഏറ്റവും മികച്ച കായിക താരമായിരുന്നു അന്ന്. പിന്നെ തുടർന്ന് അങ്ങോട്ട് 8, 9, 10 അത് കഴിഞ്ഞ് MSN കോളേജിൽ വിദ്യാർത്ഥിയായി തെരഞ്ഞെടുപ്പിൽ SFIയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. സിൻഡിക്കേറ്റിലെയും സെനറ്റിലെയും വിദ്യാർത്ഥി പ്രതിനിധിയാകുന്നു. പിന്നീടാണ് ഡിസ്ട്രിക്ട് കൗൺസിൽ മെമ്പറായി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി, പാർലമെൻറ്റ് അംഗമായി പാർട്ടി പ്രവർത്തനത്തിൽ വളരെ ആക്റ്റീവായി വരുന്നു. സ്ത്രീകളുടെ ഇടയിലും വളരെ നന്നായി പ്രവർത്തിക്കാൻ എനിക്ക് അവസരം കിട്ടി. അതിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഞാൻ പ്രവർത്തിക്കുന്ന സംഘടന ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഞാൻ. കാരണം അന്ന് എനിക്ക് 21 വയസ്സേ ഉള്ളൂ. ശരിക്കും ആ കാലത്ത് വളരെ സീനിയറായിട്ടുള്ള സഹോദരിമാരായിരുന്നു അതിൻ്റെ ലീഡർഷിപ്പിലുണ്ടായിരുന്നത്. കാരണം എന്നെപ്പോലെയുള്ള ഒരു വിദ്യാർത്ഥി രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അന്ന് അവരതിൻ്റെ സെക്രട്ടറിയായി, ആലപ്പുഴ പോലെ ഒരു ജില്ലയിലെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ അവർ അന്ന് ചുമതലപ്പെടുത്തിയത്. അപ്പം ഞാൻ കാണുന്ന അന്നത്തെ എൻ്റെ മുമ്പിലുള്ള നേതാക്കന്മാരാണ് സഖാവ് ഗൗരിയമ്മ, സഖാവ് സുശീല ഗോപാലന്, സഖാവ് CV സാറാമ്മ, അതുപോലെ സഖാവ് ബിയാട്രിസ്, KK മീനാക്ഷി തുടങ്ങിയിട്ടുള്ള ആലപ്പുഴയിലെ ആദ്യകാല നേതാക്കന്മാർ. ഇവരെനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് വളരെ അടുപ്പമുള്ള ആളുകളാണ് ഇവരൊക്കെ. അപ്പോൾ അവർ പഴയ കാലത്തെ സംബന്ധിച്ച്, പിന്നെ പ്രവേലാർ സമരത്തെ സംബന്ധിച്ച് മറ്റു കാര്യങ്ങളൊക്കെ അവരെനിക്ക് നന്നായി, അവരെന്നെ ശരിക്കും പഠിപ്പിച്ചിരുന്നു. പക്ഷേ ഇങ്ങനെയൊരു നിലയിലേക്ക് വരുന്നതിനൊക്കെ എൻ്റെ മുമ്പിലെ റോൾ മോഡലുകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ 2 അമ്മൂമ്മമാരായിരുന്നു, ലക്ഷ്മിപ്പിള്ളയും കല്യാണിയമ്മയും. ശരിക്കും ഇവർ രണ്ടുപേരും നമ്മളെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. ഒരു മഹിളാ പ്രവർത്തക എന്ന നിലയിൽ ഞാൻ എപ്പോഴും നോക്കിക്കാണുന്ന അവരുടെ കുറേ ഇതുണ്ട്. കാരണം കല്യാണിയമ്മയാണെങ്കിൽ ഈ ചരിത്രം പറഞ്ഞു തരും, ശൂരനാട് സമരവും പിന്നെ പ്രവേലാർ സമരവും ഒക്കെ പറഞ്ഞു തരുന്ന അമ്മൂമ്മയായിരുന്നു. ലക്ഷ്മിപ്പിള്ളയാണെങ്കിൽ എല്ലാ കാര്യത്തിനും വ്യക്തമായ നിലപാടുള്ളവരായിരുന്നു. ഓരോ കാര്യത്തിലും അവരൊരു തീരുമാനം എടുക്കുമെങ്കിൽ അവരെ എടുത്തങ്ങ് പ്രഖ്യാപിക്കുമായിരുന്നു. അപ്പം ഞാൻ കളിയാക്കി പറയായിരുന്നു, ഇന്നു മുതൽ നമ്മുടെ കമാൽ ഭാഷ പറഞ്ഞ പ്രതികരണങ്ങളൊക്കെ അമ്മമ്മ ഇടയ്ക്ക് നമ്മൾ കളിയാക്കി പറയുമായിരുന്നു. അപ്പോൾ അമ്മമ്മയ്ക്ക് വളരെ സ്ട്രോങ് ആയ പല കാര്യങ്ങളിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എന്നെ നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തുറന്നുള്ള പ്രവർത്തനത്തിൽ ഈ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ, ഒരുപാട് പേരെ നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞത്. പിന്നെ ആലപ്പുഴക്കാരി എന്ന നിലയിൽ ഞാൻ എപ്പോഴും അഭിമാനത്തോടെ പറയുന്നത്, മുലക്കരം പിരിക്കാൻ വന്ന ആളിൻ്റെ മുമ്പിൽ മുലമുറിച്ച് പ്രതിഷേധിച്ച നങ്ങേലിയുടെ നാടാണ്. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ സഖാവ് ഗൗരിയമ്മയെ, സുശീല ഗോപാലൻ അടക്കമുള്ള നേതാക്കന്മാർ, അവരുടെ ശക്തരായിട്ടുള്ള സ്ത്രീ നേതാക്കന്മാരുടെ സാന്നിധ്യമുള്ള ഒരു ജില്ല. അവർ നൽകിയിട്ടുള്ള പ്രോത്സാഹനം, അതൊക്കെയാണ് എന്നിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകയെ
രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചതെന്നാണ്. ഇതേ ചോദ്യം ഞാൻ സുജാത മാമിൽ നിന്ന് ബിന്ദു മാമിലേക്ക് എടുക്കുമ്പോൾ, രാഷ്ട്രീയം ഒരു നിത്യ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ, ഒരു തൊഴിലാക്കാൻ, രാഷ്ട്രീയം ഒരു പ്രൊഫഷൻ അല്ല എന്ന് പറയുന്ന ഒരു സംഘമുണ്ട്, ഒരു വിഭാഗം ആൾക്കാരുണ്ട്. രാഷ്ട്രീയം ഒരു പ്രൊഫഷനാണ്, കാരണം നമ്മൾ നിത്യവും 24/7 അതിലായിട്ട് പൂർണ്ണമായും ചെലവഴിക്കുന്നുണ്ട്, പ്രൊഫഷനാണെന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റ് നിലനിൽക്കുമ്പോൾ തന്നെ എന്തുകൊണ്ട് പൊളിറ്റിക്സ് എന്നുള്ളൊരു മേഖല തിരഞ്ഞെടുത്തു? ഒന്നാമതായി ഒരു തൊഴിൽ എന്ന നിലയിൽ തിരഞ്ഞെടുത്തതല്ല. ഞാൻ ഞാൻ ആദ്യമേ അങ്ങനെ ഒരു പറയാം, രണ്ട് ആർഗ്യുമെന്റ് അതിൻ്റെ അകത്ത് നിലനിൽക്കുന്നു. ബേസിക്കലി അഡ്വക്കേറ്റ് ആണ്. പക്ഷെ ആ തൊഴിൽ എന്നതിനെ അപ്പുറത്തേക്ക് അതൊരു എന്തൊരു വിചാരധാരയ്ക്ക് അപ്പുറത്തേക്ക് പ്രാണവായുവിന് തുല്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഓർമ്മ വെച്ച നാൾ മുതൽ അച്ഛൻ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകൻ, പ്രാദേശിക നേതാവ്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ കാണുന്ന, ഞാൻ കണ്ണൂർ തുറന്നപ്പോൾ തൊട്ട് കാണുന്നത് ഒരു ജംഗ്ഷനിലായിരുന്നു ഞങ്ങളുടെ വീട്, ഗ്രാമത്തിലെ ജംഗ്ഷനിലായിരുന്നു. സ്വാഭാവികമായിട്ട് എല്ലാവരും അക്കാലങ്ങളിൽ ജംഗ്ഷനിൽ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ പ്രവർത്തനം. കാരണം ബസ്സുകളൊന്നും എല്ലാ സ്ഥലത്തും ഇല്ല. അപ്പോൾ ഉള്ള ആളുകളെല്ലാം വന്ന് സംഗമിക്കുന്ന ഇടം എന്ന നിലയിൽ രാഷ്ട്രീയ ചർച്ചകൾ എല്ലാം കേട്ട് വളരുകയും വളരെ തെരഞ്ഞെടുപ്പായിരുന്നു ഞങ്ങളുടെയൊക്കെ ആഘോഷം. വർണ്ണക്കടലാസാന്ന് ഇന്നത്തെ പോലെ വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ഞങ്ങളുടെ പാർട്ടികളുടെ പ്രചരണം എന്ന് പറഞ്ഞാൽ വർണ്ണക്കടലാസുകൾ മാലകളായി കോർത്താണ് എൻ്റെ പൊതുപ്രവർത്തനം സ്കൂളിൽ വളരെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങുന്നത്. തുടർന്ന് അങ്ങോട്ട് സ്കൂളിൽ അങ്ങനെ വലിയ, പക്ഷേ അപ്പോഴും എപ്പോഴും KSU സിന്ദാബാദ് എന്ന് വിളിക്കും. അതുതന്നെയാണ് രാഷ്ട്രീയം. അതിനപ്പുറത്തേക്ക് വായിക്കാൻ പ്രേരിപ്പിച്ചതും പഠിപ്പിച്ചതും അച്ഛൻ തന്നെയാണ്. എന്നെ ഏറ്റവും കൂടുതൽ ആവേശം കൊള്ളിച്ചത് എല്ലാ ദേശീയ നേതാക്കന്മാരുടെയും ചരിത്രം ആവേശമായി അന്നും ഇന്നും മനസ്സിലുണ്ടെങ്കിലും ഇന്ദിരാഗാന്ധിയായിരുന്നു റോൾ മോഡൽ. എല്ലാം സ്ത്രീ എന്ന നിലയിൽ നമുക്കുണ്ടാകാവുന്ന ശാരീരികമായ കാര്യങ്ങളടക്കം കുഞ്ഞായിരിക്കുമ്പോൾ അത് വിഷമമെന്ന് പറയുമ്പോൾ ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കൊരു പ്രശ്നമില്ല. അതായിരുന്നു എൻ്റെ ചെറുപ്പത്തിലെ ഇത്. എന്ത് പ്രതിസന്ധി ആയാലും ഇന്ദിരാഗാന്ധി അതിജീവിച്ചതാണെന്ന് ആ പ്രായത്തിൽ പറഞ്ഞാൽ എന്തും ഞാൻ സഹിക്കാൻ റെഡിയാണ്. അല്ലെങ്കിൽ എനിക്കിത്തിരി ബുദ്ധിമുട്ടാണ്. ആ മട്ടിൽ അത്രയ്ക്ക് അങ്ങ് രൂഢമൂലമായ വിശ്വാസവും ആരാധനയും. അതിനപ്പുറത്തേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടുന്ന പ്രസ്ഥാനത്തോടുള്ള ആഭിമുഖ്യവും ചേർത്തുകൊണ്ട് ഒരു രാഷ്ട്രീയ ബോധം രൂപപ്പെട്ടു വന്നു. അത് കെടാതെ എപ്പോഴും ഉണ്ട് ജീവിതത്തിൽ. ഓരോ സ്റ്റെപ്പ് വളർന്നു വരുമ്പോഴും ഒരു ചൂട് മുന്നോട്ട് വയ്ക്കുമ്പോഴും അതുണ്ട്. അതൊരു രാഷ്ട്രീയ സജീവമായ ഇടപെടലിലേക്ക് മാറുന്നത് ഡിഗ്രി കാലഘട്ടത്തിലാണ്. വിശേഷിച്ചും ഡിഗ്രി ഒക്കെ ക്യാമ്പസിനകത്തുള്ള രാഷ്ട്രീയം മാത്രമായിരുന്നു. ക്യാമ്പസിന് പുറത്തേക്ക് KSU എന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് കൊല്ലം SN കോളേജിലാണ്. അവിടുത്തെ സവിശേഷത എന്ന് പറഞ്ഞാൽ SFI അല്ലാതെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. KSU പറഞ്ഞാൽ അപ്പം അടിയാണ്. അപ്പോൾ ഞങ്ങളുടെ കൺമുന്നിലൊക്കെ KSU എന്ന് പറയുന്ന 5-6 പയ്യന്മാർ കാണും. അവരെ എടുത്തിട്ട് അടിക്കുന്ന കണ്ട് അതിനെ ചോദ്യം ചെയ്താണ് തുടർന്ന് അതിലേക്കങ്ങ് പൂർണ്ണമായൊരു സജീവ പ്രവർത്തകയായി മാറുന്നത്. ഞാൻ പഠിച്ചു വളർന്നു വന്നത്, അല്ലെങ്കിൽ ഞാൻ ചുറ്റും കണ്ടു വളർന്നത് ജനാധിപത്യമാണ്. എല്ലാവർക്കും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ ഒരാൾക്കും അവകാശമില്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കും. എതിർക്കാവുന്നവർ എതിർത്തോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ പോരാടിയാണ് അപ്പോഴേക്കും മുഴുവൻ സമയ പ്രവർത്തകയായി അങ്ങ് മാറി. കാരണം കൊല്ലം SN കോളേജിൽ ഒരു പെൺകുട്ടി KSUവിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ KSUക്കാരും അന്വേഷിച്ചു വന്ന് കമ്മിറ്റികളിലേക്കും പരിപാടികളിലേക്കും പോയി മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകയായി മാറി. പിന്നീട് KSUവിൻ്റെ വിവിധ തലങ്ങളിൽ ഭാരവാഹിയായി, പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി, പിന്നീട് മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി, തുടർന്ന് മഹിളാ കോൺഗ്രസ് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റും, ഏറ്റവും അവസാനം ഇപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും ആയി പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടി. ഈ കാലഘട്ടങ്ങളിൽ ഇത്രയും ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളിൽ, രാഷ്ട്രീയമായ ആശയങ്ങളിൽ കോൺഗ്രസ് പക്ഷത്തും, ഒപ്പം തന്നെ ലിംഗവിവേചനം എന്നത് കുഞ്ഞുനാൾ മുതൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. വീട്ടിലോ അല്ലെങ്കിൽ ചുറ്റുമോ വളർന്നു വന്ന കാലഘട്ടത്തിലൊന്നും അത്രയൊരു വിവേചനം അനുഭവിച്ചിട്ടേ ഇല്ല. കാരണം കളിക്കൂട്ടുകാർ ആൺകുട്ടികളും പെൺകുട്ടികളും ഞങ്ങൾ ആരും തന്നെ ഗ്രാമത്തിൽ ആർക്കും ഒരു വിവേചനം ഇല്ല. എല്ലാവരുടെയും വീടുകളിൽ പോകും. ഒരു ഭയമില്ലായിരുന്നു ചെറുപ്പകാലഘട്ടത്തിൽ. പക്ഷെ നമ്മൾ മുതിർന്ന് എത്തിയപ്പോഴേക്കും ഇന്ന് എനിക്കൊരു മകൻ മാത്രമേ ഉള്ളൂ. മകനെ പോലും അത്ര ഫ്രീ ആയിട്ട് എനിക്ക് വിടാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു സിനിമാ താരം, മുമ്പ് എപ്പോഴും ഞാനൊരു വിഷയവുമായി ബന്ധപ്പെട്ട് സ്ത്രീപക്ഷം അഭിപ്രായം പറഞ്ഞതിന് യാദൃശ്ചികമായിട്ട് എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം പറയാം, ഇതെങ്ങനെ കോൺഗ്രസ് പക്ഷവും സ്ത്രീപക്ഷവും കൂടെ കൊണ്ടു നടക്കുന്നത്, ഏതെങ്കിലും ഒന്ന് കൊണ്ട് നടക്കണം. ഞാൻ പറഞ്ഞു, കോൺഗ്രസിനകത്ത് എല്ലാ പക്ഷവും ഉണ്ട്, സ്ത്രീപക്ഷമുണ്ട്, പാർശ്വവൽക്കരിക്കുന്ന പക്ഷേ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതും കൂടി ചേർന്നാലേ രാഷ്ട്രീയ പ്രസ്ഥാനം ആവത്തുള്ളൂ. ചർച്ചയുടെ ഒരു ലേറ്റർ സ്റ്റേജിൽ ഞാൻ ചോദിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വസ്തുതയാണ്. നമുക്ക് അതിലേക്ക് തീർച്ചയായിട്ടും മടങ്ങി വരാം. എങ്ങനെ ഈ കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ് വരുന്ന ഘട്ടങ്ങൾ അതെങ്ങനെ മാനേജ് ചെയ്യപ്പെടണം എന്നുള്ളത് തീർച്ചയായും അതിലേക്ക് മടങ്ങി വരാം.